ഞാൻ ജേക്കബ് കുര്യൻ, സ്ഥലം പെരുമ്പാവൂർ. സ്റ്റേജിൽ കയറി സംസാരിച്ച് പരിചയമില്ലാത്തതും അതുപോലെ പേടിയും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ജീവിതത്തിൽ പല പ്രാവശ്യം സ്റ്റേജിൽ കയറി സംസാരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പേടി കാരണം അതിൽ നിന്നൊക്കെ മനഃപൂർവ്വം ഒഴിവായി പോന്നിട്ടുമുണ്ട്. എങ്കിലും ഒരു 3-4 പ്രാവശ്യം നിവൃത്തിയില്ലാതെ സ്റ്റേജിൽ കയറി സംസാരിക്കേണ്ടി വരികയും വളരെ വിഷമിച്ച് പറഞ്ഞൊപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ നന്നായിട്ട് അതുപോലെ പ്രസംഗിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ടെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല. യൂട്യൂബിൽ പലരുടെയും മോട്ടിവേഷണൽ ക്ലാസ്സുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ വലിയ ഒരു ആഗ്രഹം തോന്നി, പ്രചോദനം തോന്നി. ഇതെങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം വന്നു. അങ്ങനെ പ്രസംഗം പരിശീലിപ്പിക്കുന്ന ക്ലാസ്സുകളെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ വളാഞ്ചേരിയിലുള്ള ബ്രൈറ്റ് അക്കാദമിയിലെ ഫൈസൽ നെടുങ്ങോട്ടൂർ സാറിൻ്റെ പരിശീലന ക്ലാസ്സിനെ കുറിച്ച് മനസ്സിലാവുകയും അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ക്ലാസ്സിൽ ഞാൻ ഒരു സ്റ്റുഡൻ്റായി ജോയിൻ ചെയ്യുകയും ചെയ്തു. എല്ലാ ദിവസവും ആ ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ എല്ലാ വ്യാഴാഴ്ചയും വളാഞ്ചേരിയിലുള്ള ക്ലാസ്സിൽ നേരിട്ട് പോയി പ്രസംഗ പരിശീലനം നടത്തുകയും ചെയ്തു. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പ്രസംഗത്തിൻ്റെ ABCD അറിയില്ലായിരുന്നു. പക്ഷെ 1 മാസം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രോഗ്രസ് എനിക്കുണ്ടായി. നമ്മളൊക്കെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മുൻപിൽ എത്ര നേരം സംസാരിക്കുമെങ്കിലും ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് മടിയായിരുന്നു. ആ സമയത്ത് നമുക്ക് മനസ്സിൽ എന്തോ ഒരു വിഷമം. എല്ലാവരെയും ഒന്നിച്ച് കാണുമ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ പോലും സംസാരിക്കാൻ വാക്ക് കിട്ടില്ല. ആകെ ശരീരം വിയർക്കുകയും എങ്ങനെ പറയണമെന്ന് അറിയാത്ത ഒരവസ്ഥ. നമ്മൾ മിക്കവരിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇതിനാണ് സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ സഭാകമ്പം എന്ന് പറയുന്നത്. ഈ സഭാകമ്പം മാറ്റാൻ കുറുക്കുവഴിയൊന്നുമില്ല. അത് നമ്മൾ സ്റ്റേജിൽ കയറി സംസാരിച്ച് തന്നെ മാറ്റുക. ഇന്ന് വലിയ പ്രഭാഷകരായിട്ടുള്ളവരെല്ലാവരും തുടക്കത്തിൽ ഇതുപോലെ സഭാകമ്പവും വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ തരണം ചെയ്ത് നിരന്തരമായ പരിശ്രമത്തിലൂടെ ആണ് ഇന്നവർ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കും അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേടാവുന്ന സംഗതിയാണിത്. നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം മറ്റുള്ളവരോട് പേടി കൂടാതെ നമുക്കത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം അതില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ കഴിവുകളും വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടെന്താ കാര്യം? ഈ സഭാകമ്പം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നല്ല അറിവ് വേണം. ഇതിന് യൂട്യൂബിൽ പല പ്രാസംഗികരുടെയും പ്രസംഗം കേൾക്കുക, അറിവ് ലഭിക്കുന്നതിന് ഉചിതമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, പിന്നെ പ്രസംഗം നമ്മൾ വീട്ടിൽ എഴുതിയുണ്ടാക്കി വീട്ടിൽ തന്നെ പ്രസംഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് ഇതിലെ ഏറ്റവും മെയിൻ ഫാക്ടർ. ഇന്ന് കേരളത്തിൽ പ്രസംഗം പരിശീലിപ്പിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ടെങ്കിലും പല ക്ലാസ്സുകളും ഉണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ വളാഞ്ചേരിയിലുള്ള ബ്രൈറ്റ് അക്കാദമിയിലെ ഫൈസൽ സാറിൻ്റെ ക്ലാസ്സാണ് ഏറ്റവും നല്ലത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതേസമയം ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഒരു കഥ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഉദാഹരണ സഹിതമൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെയാണ് ഫൈസൽ സാറിൻ്റെ ക്ലാസ്. നമുക്ക് ഈ പ്രസംഗകല പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ഉതകുന്ന രീതിയിൽ ക്ലാസ് എടുക്കുവാനുള്ള ഒരു കഴിവ് ഫൈസൽ സാറിനുണ്ട്. ഒരേ ജോലി തന്നെ പലർ ചെയ്യുമ്പോൾ ആ ജോലിയിൽ അവർ ചെയ്യുന്ന വ്യത്യസ്തതകളാണ് അവരെ വിജയത്തിലെത്തിക്കുന്നത്. അത് തന്നെയാണ് ഫൈസൽ സാറിൻ്റെ വിജയം. എനിക്ക് ഈ പ്രസംഗകല എളുപ്പത്തിൽ പഠിക്കുവാനും പരിശീലിക്കുവാനും ഒക്കെ
ഫൈസൽ സാറ് തന്ന ആ ഗൈഡൻസ്, അതിന് ഞാൻ ഈ അവസരത്തിൽ സാറിനോട് നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഒരു കഴിവ് നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് നേടിയെടുക്കുവാനുള്ള ഒരു കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ഞാൻ ഫൈസൽ നെടുങ്കോട്ടൂരാണ്. നമ്മുടെ ജേക്കബ് കുര്യൻ്റെ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടു. ഇതുപോലെ ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് രാഷ്ട്രീയ, സാമൂഹ്യ, മതരംഗത്ത്, അതുപോലെ അധ്യാപകർ, സാധാരണ കച്ചവടക്കാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ പലരും ഇവിടെ വന്ന് പ്രസംഗിച്ച് പഠിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ആദ്യാനുഭവം, ഇപ്പോൾ ഈ ജേക്കബ് കുര്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം തന്നെ പറയുമ്പോൾ, വാട്സപ്പിലൂടെ പ്രസംഗിക്കണം, വാട്സപ്പിലൂടെ എങ്ങനെയാണ് വോയിസ് സെൻഡ് ചെയ്യുക എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ വന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചേർന്ന് ആദ്യമൊന്നും അദ്ദേഹം വോയിസ് ഒന്നും പങ്കുവെക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്രൂപ്പിൽ വരാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് വാട്സപ്പിലൂടെ 2 വാക്ക് പറയാം, അത് എങ്ങനെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് മൈക്ക്, ഇങ്ങനെ വാട്സപ്പ് നിങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം എന്ന് 2-3 തവണ ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ നിങ്ങളുടെ മക്കൾ, നിങ്ങളെ വേണ്ടപ്പെട്ട ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർ കാണിച്ചു തരും എന്ന് പറഞ്ഞ് അത്ര പോലും ഈ വാട്സപ്പ് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു ഈ ജേക്കബ് കുര്യൻ. ഇന്ന് അദ്ദേഹം സ്വന്തമായി വീഡിയോ ഒക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. 1 മാസത്തെ ഒരു പരിശീലന ശേഷം അദ്ദേഹത്തിന് അദ്ദേഹം വന്ന സമയത്തുള്ള ഒരു പ്രസംഗവും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗമൊക്കെ കാണുമ്പോൾ അജഗജാന്തരം വ്യത്യാസമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ധാരാളം പറയാനുണ്ട്. പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ കയ്യും കാലൊക്കെ ഉറച്ച് എനിക്ക് ഒരല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. പ്രസംഗിക്കാൻ ആദ്യമായി വിളിക്കുമെന്ന് മനസ്സിലായപ്പോൾ പതുക്കെ മൊബൈലെടുത്ത് ആരോ വിളിക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ച് ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതിനൊന്നും ഇപ്പോൾ സമയമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിറവേറ്റാനായി നമ്മൾ ശ്രമിക്കുക. പണ്ട് 55 വയസ്സ് പ്രായമായ, അല്ലെങ്കിൽ 55 കഴിഞ്ഞ ഒരു മദാമ വയനാട് കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ 60 വയസ്സാകുമ്പോഴേക്കും ചെയ്തു തീർക്കേണ്ട 60 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. 60 വയസ്സാകുമ്പോഴേക്കും ചെയ്തു തീർക്കേണ്ട 60 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ്. അതിൽ ഏതാനും കാര്യങ്ങളെല്ലാം അവർ സാധിപ്പിച്ചെടുത്തതാണ്, അനുഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ അതിൽ 1-2 കാര്യങ്ങളൂടെയും ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ ഒന്ന്, അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആനപ്പുറത്തൊന്ന് കയറണം. അതായിരുന്നു ഇനി സാധിക്കാനുള്ള ഒരൈറ്റം. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ ഈ മദാമ വയനാട്ടിൽ വന്നപ്പോൾ ഒന്ന് ശ്രമിക്കുകയാണ്, ഒരു ആനപ്പുറത്ത് കയറാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്കതൊരു മണ്ടത്തരമാവാം, അല്ലെങ്കിൽ അവർക്കതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരിക്കാം. പക്ഷേ പലർക്കും പല ആഗ്രഹങ്ങൾ, പല ലക്ഷ്യങ്ങളുണ്ടാവും ഈ ചെറിയൊരു ജീവിതത്തിൽ, അല്ലേ? നമുക്കുണ്ട് ഇങ്ങനെ പല ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ ചില ആളുകളുടെ ആഗ്രഹമാണ് ഒരു മൈക്കിന് മുമ്പിൽ, കുറച്ച് ആളുകൾക്ക് മുമ്പിൽ പ്രസംഗിക്കണം, സംസാരിക്കണം എന്നത്. അതൊക്കെ ഈ ഒരു ജീവിതത്തിൽ തന്നെ നമ്മൾ സഫലമാവാൻ വേണ്ടി യത്നിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നമ്മളിതൊക്കെ നേടിയെടുക്കുക, അതിനായിരിക്കണം നമ്മുടെ ശ്രമം. പക്ഷേ പലപ്പോഴും പല ആളുകളും എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ മണ്ണിട്ട് മൂടുകയാണ് പല ആളുകളും, പല ആഗ്രഹങ്ങളും. പലർക്കും വേണ്ടി പലതും ത്യജിക്കുകയാണ് നമ്മൾ. ചിലർ മക്കൾക്ക് വേണ്ടിയാവാം, മറ്റു പലർക്ക് വേണ്ടിയാവാം. അപ്പോൾ ഈ ജേക്കബ് കുര്യൻ എന്നൊക്കെ പറയുമ്പോൾ 40-45 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. എന്നെപ്പോലെ ഞാനും ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഈ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ വേണ്ടി നമ്മുടെ സ്വന്തം മോഹങ്ങളൊക്കെ ത്യജിക്കുകയാണ്, ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുകയാണ്.
പണ്ടൊക്കെ നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോൾ ഈ കുട്ടിപ്രായം തന്നെ ഒരു 14-15 വയസ്സ് വരെയൊക്കെയാണ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. 14-15 ആവേണ്ട. ചില കുട്ടികളൊക്കെ പണ്ട് 10 വയസ്സായാൽ തന്നെ വീട്ടുകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. വീട്ടിലെ ജോലികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആഹാരം പാകം ചെയ്യാൻ, വീട് വൃത്തിയാക്കാൻ, പല കാര്യങ്ങളിലും അവർ പ്രാപ്തരായിട്ടുണ്ടാവും. ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. അച്ഛനെ സഹായിക്കാൻ, വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാൻ, അങ്ങനെയൊക്കെ പ്രാപ്തരാകും ഒരു 10 വയസ്സ് 15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല. മക്കൾക്ക് വേണ്ടി സ്വയം കരിഞ്ഞുണങ്ങി പൊടിഞ്ഞു തീരുന്ന ഒരുപാട് രക്ഷിതാക്കൾ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയൊക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ സ്വയം പ്രാപ്തരാക്കാനാണ് പഠിപ്പിക്കേണ്ടത്. ഒരു പൊന്മാൻ അതിൻ്റെ കുട്ടിക്ക് ഒന്നും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ട ആഹാരങ്ങളൊക്കെ ശേഖരിക്കാൻ പൊന്മാന് കഴിയും. പക്ഷെ അത് ചെയ്യാറില്ല. പൊന്മാൻ തൻ്റെ കുഞ്ഞ് സ്വയം ആഹാരം കണ്ടെത്തട്ടെ, സ്വയം മത്സ്യം പിടിക്കട്ടെ എന്നാ ചിന്തിക്കുക. ഒരു തള്ളക്കോഴി ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ കൊത്തി അകറ്റാറുണ്ട്, ആട്ടി അകറ്റാറുണ്ട്. അതെന്തിനാ? കുഞ്ഞുങ്ങൾ സ്വയം പ്രാപ്തരാവണം, അവർ സ്വയം ആഹാരം കണ്ടെത്തണം. നോക്കൂ നിങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ ജീവിച്ച് മരിച്ചു പോയ ഒരു ഇടമാണ് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി. ഒരുപക്ഷേ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാൾ അധികവും മരിച്ചുപോയ ആളുകളായിരിക്കാം. നമുക്ക് എത്ര പേര് ഓർമ്മയുണ്ട്? ഒരു 2 തലമുറക്കപ്പുറം നമുക്ക് ആരെങ്കിലും ഓർക്കാൻ സാധിക്കാറുണ്ട്? ഓർക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല. നമ്മൾ മരണപ്പെട്ടാലും ഇത് തന്നെയാണ് അവസ്ഥ. എപ്പോഴും എല്ലാവരും നമ്മെ ഓർത്തോളണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടേണ്ട കാര്യങ്ങളൊക്കെ നേടാനായി നമ്മൾ ശ്രമിക്കണം. ഒരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ശ്രദ്ധ നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, നമ്മുടെ കഴിവുകൾ ഒന്ന് ഉപയോഗപ്പെടുത്താൻ. കാരണം മറ്റുള്ളവർക്ക്, നമ്മുടെ മക്കൾക്കൊക്കെ ഇനിയും സമയമുണ്ട്, അവസരങ്ങളുണ്ട്. അവർക്ക് ധാരാളം ബസ്സുകൾ വരാനുണ്ട്. നമ്മൾ ഓടിയേ പറ്റൂ. കാരണം നമുക്കുള്ള ബസ്സുകളൊക്കെ സ്റ്റാൻഡ് വിട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസാന ബസ്സുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓടിക്കയറണം. നമ്മളിനിയും കാത്തു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു പ്രഭാഷകനാവണം എന്നൊരു മോഹം ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ചെടുക്കണം. അതല്ല എങ്കിൽ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി മണ്ണിട്ട് മൂടി അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചാൽ പിന്നെ നമ്മൾ പല ശോകമൂക ഗാനങ്ങൾ പാടേണ്ടി വരും. പണ്ട് ഈ മനോഹര തീരത്ത് ഒരാവശ്യവുമില്ലാതെ പാഴാക്കിക്കളയാൻ ഒരു ജന്മം കൂടി തരുമോ എന്ന് ആരോ പാടിയൊരു ശോകഗാനം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ നമ്മളും പാടേണ്ടി വരും. ഒരു ജന്മം കൂടി കിട്ടുമോ എന്ന് ചിന്തിച്ച് വിഷമിച്ച് ശോകഗാനം പാടേണ്ടതായി വരും. അപ്പോൾ നമ്മൾ ഉണരുക. പല ആളുകളും ചിന്തിക്കാറുള്ളത് മക്കൾ നന്നാവണം, ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾക്ക് ആരാളുള്ളത്, അവർക്ക് വേണ്ടത്ര ആവുന്നതിലധികം സമ്പാദിച്ച് കൂട്ടണം, അവർ സുഖിച്ച് സുഖത്തോടെ ജീവിക്കണം, കാരണം ഞാൻ പോയാൽ അവരാര് നോക്കും. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്നാണ്. കാരണം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരൊക്കെ നമ്മുടെ മരണശേഷം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. ഒരു പക്ഷേ അവർ മറ്റൊരു കല്യാണം കഴിക്കാം, നമ്മുടെ മക്കൾക്ക് ഉദ്യോഗം ലഭിക്കാം, അവർ വിവാഹം കഴിക്കാം, അവരൊക്കെ ജീവിച്ചു. നമ്മളിവിടുന്ന് വിട്ടുപോകുന്നത്, നമ്മളുടെ ഒരു വിടവ് ഈ ഭൂമി പോലും അറിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകും. നമ്മളുണ്ടോ ഇല്ലേ അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ ദുനിയാവിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ജീവിക്കുക, നമ്മൾ ഇവിടെ ജീവിക്കുക, ജീവിതം ജീവിച്ച് തീർക്കണം. കാരണം ജീവിക്കുക എന്നത് ജീവനുള്ളപ്പോൾ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജീവിക്കാനായി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഈ ചെറിയ ജീവിതത്തിൽ സഫലമാവാനായി യത്നിക്കുക. നമ്മുടെ മക്കൾ അതുപോലെ മറ്റുള്ളവർ, അവരൊക്കെ അവരുടെ ജീവിതത്തിനായി അവർ പലതും സ്വയം ചെയ്യട്ടെ, അവർ പ്രാപ്തരാവട്ടെ, അവർ പഠിക്കട്ടെ, അവരവരുടെ മേഖല അവർ കെട്ടിപ്പടുക്കട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങാനായി നമ്മുടെ ജീവിതം ത്യജിച്ചുകൊണ്ട് നമ്മുടെ മോഹങ്ങളൊക്കെ മണ്ണിട്ട് മൂടി അങ്ങനെ ജീവിക്കേണ്ടവരല്ല. പ്രഭാഷകനാവാൻ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോഹം നിങ്ങൾക്കുണ്ടോ, അതൊക്കെ ഈ ജന്മത്തിൽ നിറവേറാനായി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ യത്നിക്കുക. തീർച്ചയായും നമ്മൾക്കതിന് സാധിക്കും. നമ്മുടെ പ്രായമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലയോ അതൊന്നും
മാനദണ്ഡമല്ല. നമുക്കുണ്ടാവേണ്ടത് കത്തിജ്വലിക്കുന്ന ആഗ്രഹമാണ്. അതുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റും. സോ എല്ലാവരും സെറ്റ് എ പാഷനറ്റ് ഗോൾ ഫസ്റ്റ്. ഒരു പാഷനറ്റ് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിലേക്കായി സമയവും ഊർജവും അതുപോലെ തന്നെ നമ്മുടെ പണവും ഒക്കെ ഇത്തിരി ചെലവഴിക്കുക. തീർച്ചയായും നമുക്ക് നമ്മുടെ ലക്ഷ്യം എത്തിപ്പിടിക്കാൻ പറ്റും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ജേക്കബ് കുര്യന് മാത്രമല്ല, ഈ പ്രസംഗ പരിശീലന ബാച്ച് 14 മുഴുവൻ സുഹൃത്തുക്കൾക്ക്, അതുപോലെ ഇനി വരാൻ പോകുന്ന ഏപ്രിൽ 1 ആരംഭിക്കുന്ന പ്രസംഗ പരിശീലന വാട്സാപ്പ് ഗ്രൂപ്പ് ബാച്ച് 15 സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഞാൻ ഫൈസൽ നെടുങ്ങോട്ടൂർ.